സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുന്നത്തെ റോക്കറ്റ് വീഡിയോയിൽ വന്ന കുറേ കമൻറ്റാണ് ഒരു പ്ലെയിൻ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ നമുക്കത് അപ്പം ചെയ്യാൻ പറ്റിയില്ല, ബട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പ്ലെയിൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് അങ്ങോട്ടാണ് നമ്മൾ പ്ലെയിൻ വിടുന്നത്. അപ്പോൾ പ്ലെയിൻ വിടുന്നതിൻ്റെ ഒരു ടെമ്പററി ബ്ലോക്ക് നമ്മൾ ഇവിടെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ രണ്ട് സ്ലൈം ബ്ലോക്ക് വെച്ചിട്ട് അത് മുറിച്ച് കളയുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ലൈം ബ്ലോക്കിൻ്റെ ഇങ്ങോട്ട് 3 സ്ലൈം ബ്ലോക്ക് എക്സ്ട്രാ വെക്കുക. എന്നിട്ട് നമ്മുടെ സ്ലാബ് എടുത്തിട്ട് ഈ അറ്റത്തും ഈ അറ്റത്തും ഇങ്ങനെ ഒരു പ്ലെയിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമ്മുടെ ഒബ്സർവർ എടുത്തിട്ട് ഇത് അവിടെയും അതുപോലെ തന്നെ ഇവിടെയും വെക്കുക. ഈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ സ്റ്റിക്കി പിസ്റ്റൺ എടുത്തിട്ട്, ഇത് പിന്നെ ഞാൻ സാധനങ്ങൾ പറയണില്ല, നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ സ്റ്റിക്കി പിസ്റ്റൺ ഒബ്സർവർ ഇങ്ങനെ അതേ ടൈപ്പിൽ വയ്ക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ 2 സ്ലൈം ബ്ലോക്ക് എക്സ്ട്രാ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഇങ്ങോട്ടും 2 ഇങ്ങോട്ടും 2. എന്നിട്ട് നമ്മൾ ഇതേപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു 2 സ്ലൈം ബ്ലോക്ക് ഇങ്ങനെ മുറിച്ച് കളഞ്ഞിട്ട് നമ്മുടെ ഒബ്സർവർ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഇവിടെ വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിക്കി പിസ്റ്റൺ അതേപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ സ്ലാബ് എടുത്തിട്ട് ഇവിടെയും നമ്മുടെ ഒരു ഷേപ്പിന് വേണ്ടി ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ബാക്ക് സൈഡിൽ വന്നിട്ട് ഇവിടെ സെൻറ്ററിൽ ഒരു സ്ലാബ് വെക്കുക. എന്നിട്ട് ഇവിടെയും 2 റെയിൽ വെച്ചിട്ട് ഇവിടെയും 2 മൈൻ കാർട്ട് ഇടുക. എന്നിട്ട് നമ്മുടെ റെയിലൊക്കെ കണ്ട് പൊട്ടിച്ച് കളയുക. അപ്പോൾ നമ്മുടെ എയറോപ്ലെയിൻ ഇത് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓണാക്കാം. അപ്പോൾ ഓണാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒബ്സർവറിൻ്റെ ഇവിടേക്ക് നമ്മുടെ ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി. നമ്മുടെ ലാൻഡിൽ നിന്ന് പറക്കാൻ തുടങ്ങി. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇരിക്കാനൊക്കെ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ ബാക്കിൽ വില്ലേജസിനൊക്കെ എടുത്തോണ്ടാവാം. അപ്പോൾ ഒരു അടിപൊളി പ്ലെയിനാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അടുത്തത് എന്താ വേണ്ടത് വെച്ചാൽ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇനി 600 സബ് അടിക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.